നക്ഷത്രവും ദശാകാലവും ടീച്ചറെ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. നമസ്തേ. നമസ്തേ. ഓരോ ആൾക്കാരും ഓരോ നക്ഷത്രത്തിലാണല്ലോ ജനിക്കുന്നത്. അപ്പൊ പറയും ഞാൻ രേവതി നക്ഷത്രമാണെങ്കിൽ മോഹൻലാൽ രേവതി അല്ലേ എന്ന് ചോദിക്കും. പല ആൾക്കാരും ചോദിക്കുന്നതാണ്. നരേന്ദ്രമോദിജിയുടെ നക്ഷത്രമല്ലേ എനിക്കും, പിന്നെ എന്താ ഞാൻ രക്ഷപ്പെടാത്തെന്ന് ചോദിക്കും. സ്വാഭാവികം, 27 നക്ഷത്രങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഈ നക്ഷത്രങ്ങളും ദശാകാലങ്ങളും എന്ന് പറയുന്ന സമയത്ത് ഓരോ ദശാകാലങ്ങൾക്കനുസരിച്ച് സ്വാഭാവികമായിട്ടും ചേഞ്ചസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ ഒന്ന് പറയാമോ, ഏതൊക്കെ നക്ഷത്രവും ഏതൊക്കെ ദശാകാലങ്ങളാണ്, അല്ലെങ്കിൽ ദശാനാഥൻ ആരാണ്, അല്ലെങ്കിൽ നക്ഷത്ര ദേവത ആരാണ്, എന്താ സംഭവിക്കുക എന്ന് പറയാമോ? നമ്മളെ വിംശോത്തരി ദശയാണ് നമ്മൾ ഇന്നത്തെ നിലയ്ക്ക് പൊതുവായിട്ട് കണക്കാക്കുന്നത്. 120 വയസ്സ് മനുഷ്യന്റെ ആയുസ്സായിട്ട് കണക്കാക്കിയിട്ട് ഈ എല്ലാ ഗ്രഹങ്ങൾക്കും 9 ഗ്രഹങ്ങൾക്ക്, രാഹുവും കേതുവും ഉൾപ്പെടെയുള്ള 9 ഗ്രഹങ്ങൾക്കും കുറച്ച് വർഷങ്ങൾ, അത് ഓരോന്നിനും പ്രത്യേകം കാരണങ്ങളുണ്ട്. അവരുടെ വേഗതയ്ക്കനുസരിച്ചിട്ടും ഭൂമിയിൽ നിന്നുള്ള ദൂരത്തിനനുസരിച്ചിട്ട് അങ്ങനെയൊക്കെ പല കാരണങ്ങൾ കൊണ്ടാണ്. അപ്പൊ അങ്ങനെ ഒരു ഇത്ര വർഷങ്ങളാണ് ഓരോ ഗ്രഹങ്ങൾക്കും ഉള്ളത് എന്ന് തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. വിംശോത്തരി ദശ എന്നാണ് ഇതിനെ പറയാ. അതല്ലാതെ കാലചക്രദശയുണ്ട്, വേറെയും പല ദശകളുമുണ്ട്. എങ്കിലും പ്രചാരത്തിലിരിക്കുന്നത് ഈ ദശാകാലമാണ്. അപ്പൊ അത് നമ്മൾ കണക്കാക്കുന്നത് ഓരോ ഗ്രൂപ്പ് നക്ഷത്രങ്ങൾ, 3 നക്ഷത്രങ്ങൾ വീതമുള്ള ഓരോ ഗ്രൂപ്പ് നക്ഷത്രങ്ങളുണ്ട്. അവർക്ക് ഓരോ ദശകൾ എന്നാണ്. അത് ജനിക്കണ സമയം തുടങ്ങിയിട്ട്. അപ്പൊ നമ്മൾ ജനിക്കുന്ന സമയത്ത് ഇപ്പം ഒരാൾ അശ്വതി നക്ഷത്രത്തിലാണ് ജനിക്കുന്നത് എങ്കിൽ ആ ജനിക്കുന്ന സമയം വരെ അശ്വതി നക്ഷത്രത്തിന്റെ എത്ര ഭാഗം കഴിഞ്ഞു പോയി അതിനനുസരിച്ചിട്ട് ഈ ദശാകാലവും കുറയും. അതിന്റെ ബാക്കി ദശയെ കിട്ടുന്നുള്ളൂ. ആ ദശയുടെ ഇപ്പം അശ്വതി മകം മൂലം നക്ഷത്രക്കാര് ജനിക്കുന്നത് കേതുവിന്റെ ദശയിലാണ്. കേതു ദശയാണ്. അശ്വതി മകം മൂലം കേതുവാണ്. അപ്പോൾ അവര് ജനിക്കുന്ന ഈ 3 നക്ഷത്രക്കാരും ജനിക്കുമ്പോൾ കേതുവിന്റെ ദശയായിരിക്കും അവർക്ക് ഉണ്ടാവുക. ടോട്ടൽ കേതുവിന് 7 വർഷമാണ് ഉണ്ടാവുക. പക്ഷെ ഈ ദശയിൽ ഇവർ ജനിക്കുമ്പോൾ ഈ നക്ഷത്രം എത്ര കഴിഞ്ഞു പോയാൽ അതിനനുസരിച്ചിട്ട് ഈ 7 വർഷത്തിൽ കുറവ് വരും. ചിലർക്ക് 1 മാസേ കിട്ടിയിട്ടുള്ളൂ എന്ന് വരും. ചിലർക്ക് ഈ 6 വയസ്സ് അല്ലെങ്കിൽ 6 വർഷവും 11 മാസവും കിട്ടിയെന്ന് വരും. ഇതിന്റെ ഇടയിൽ എത്രയും ആകാം. അപ്പൊ അങ്ങനെ 7 വർഷത്തിന്റെ ഇടയിൽ എത്രയും ആകാം. ചിലപ്പോൾ കുറച്ച് ദിവസങ്ങൾ മാത്രമായിരിക്കും നക്ഷത്രം കഴിഞ്ഞു പോകുന്നതിനനുസരിച്ചിട്ട്. അങ്ങനെ എന്തായാലും അശ്വതി മകം മൂലം നക്ഷത്രക്കാര് ജനിക്കുന്നത് കേതുവിന്റെ ദശയിലാണ്. അപ്പൊ എന്താ ഫലം എന്ന് ചോദിക്കും. അത് ചോദിക്കണ്ട. കാരണം എന്താണെന്നോ, ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 12 വർഷം വരെയെങ്കിലും നമ്മുടെ ഒരു സിദ്ധാന്തങ്ങൾ അനുസരിച്ചിട്ട് ആ കുട്ടിയുടെ ദശാഫലമോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ ജാതകവശാലുള്ള ഫലമോ അല്ല അനുഭവിക്കുക. ഒരു വ്യാഴവട്ടം പൂർത്തിയാവണം. ഒരു കുട്ടി ഭൂമിയിൽ വന്നു കഴിഞ്ഞാൽ ഒരു വ്യാഴവട്ടം പൂർത്തിയായതിനു ശേഷം മാത്രമാണ് അയാളുടെ ജാതകവശാലുള്ള ഫലങ്ങൾ കൃത്യമായിട്ട് അനുഭവിക്കുക, പൂർണ്ണമായിട്ട് അനുഭവിക്കുക എന്നാണ് പറയുക. ഒന്നുകിൽ ഒരു വ്യാഴവട്ടം എന്ന് പറയണം. പിന്നെ ചില ഗുരുക്കന്മാര് പറയുക 16 വയസ്സ് പൂർത്തിയാകണം എന്നാണ് പറയുക. അപ്പൊ എന്തെന്നെയായാലും 12 വയസ്സിന് ശേഷമാണ് ഇയാളുടേതായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള ഫലം കിട്ടുക. അതുവരെ അച്ഛനമ്മമാരുടെയും പൂർവികരായിട്ടുള്ള ആളുകളുടെയും ഒക്കെ എന്താണോ അവർ ചെയ്തിരിക്കുന്ന സത്കർമ്മങ്ങള് ദുഷ്കർമ്മം അതിനനുസരിച്ചിട്ടുള്ള സത്വാസത്വമായിട്ടുള്ള ഫലമാണ് അവർക്ക് കിട്ടുക ഈ കുട്ടിക്ക്. അപ്പോ എന്തെന്നെയായാലും അപ്പൊ ജനിക്കുന്നത് കേതു, അശ്വതി മകം മൂലം കേതുവിന്റെ ദശയിലാണ് ജനിക്കുക. ഇങ്ങനെ അപ്പൊ ഈ ദശാകാലത്തിന്റെ പൂർണ്ണഫലമല്ല ഇവരുടേത് എന്നുണ്ടെങ്കിൽ പോലും കുറച്ചൊക്കെ നമ്മൾ ഇത് പറയാറുമുണ്ട്, ഫലം പറയാറുമുണ്ട്. ഇപ്പൊ സാമാന്യം നല്ല വികൃതിയായിരിക്കും. പിന്നെ കേതു വാശി, നല്ല വാശി, ദേഷ്യം, നല്ല കുരുത്തക്കേട്, അവിടെ പോയി തട്ടുക, ഇവിടെ പോയി തട്ടുക, ജനലെ പിടിച്ച് കയറുക, ഉരുണ്ട് വീഴുക, ഇതൊക്കെ ഇങ്ങനെയൊക്കെ അത് തീ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിടിക്കുക, വെള്ളം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാല് ഇങ്ങനെയൊക്കെയുള്ള ഒരു പിരിപിരിപ്പ് കുറച്ച് അധികമായിരിക്കും ഈ കുട്ടികൾക്ക് എന്ന് പറയും. കേതുവിന്റെ സ്വഭാവം അങ്ങനെയാണ്. അപ്പോ കേതുവിൻ്റെ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ 7 വർഷമുള്ള കേതുവില് നമ്മളിങ്ങനെ കൃത്യമായിട്ട് ജനന സമയമൊന്നുമില്ല എന്നാണെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് കണക്കാക്കുക, ഏകദേശം കണക്കാക്കുന്നത്. ഏതാണ്ട് അതിന്റെ ഒരു പകുതി കിട്ടി എന്ന് വിചാരിക്കാം. അപ്പൊ ഒരു 3.5 വയസ്സ് വരെയും കേതുവിന്റെ ദശ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 20 വർഷം ശുക്രന്റെ ദശയാണ്. അശ്വതി മകം മൂലം നക്ഷത്രക്കാർക്ക് ഏകദേശം ഒരു 4 വയസ്സ് തുടങ്ങി അങ്ങോട്ട് 20 കൊല്ലം
ശുക്രന്റെ ദശ ഏതാണ്ട് ഒരു 24-25 വയസ്സ് വരെ. അതിൽ കുറച്ച് അപ്പുറത്തേക്കോ പോകാട്ടോ. നമ്മളൊരു ഉദ്ദേശം പറയാണ്. ഒരു കൃത്യം സമയം ജനന സമയം ഇല്ലാത്തവരെ സംബന്ധിച്ച് എങ്ങനെ ഇത് കണക്ക് കൂട്ടണം എന്നുള്ളത് ഒരു ഐഡിയ കിട്ടാൻ. 20 കൊല്ലം ശുക്രന്റെ ദശയാണ്. അപ്പൊ ശുക്രദശ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വരും. ജാതകം നോക്കുമ്പോൾ നമ്മളിങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ അതിന്റെ ഇടയിൽ നമ്മൾ അവരോട് സംസാരിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഗ്രഹനില പറയും. നമ്മൾ നമുക്ക് കിട്ടേണ്ടത് ഇപ്പൊ ഏത് ദശയിൽ ഏത് അപഹാരം ഗ്രഹനില എന്തൊക്കെയാണ് ഇവരുടേത് എന്നാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ വന്നിരിക്കുന്നവരോട് അത് സംസാരിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ മൗനമായിട്ടിരുന്ന് എഴുതി കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാണ് അത് എന്നുള്ളതുകൊണ്ട് നമ്മൾ ഇത് ഉറക്കെ ചിന്തിച്ചും കൊണ്ടാണ് എഴുതുക. അപ്പൊ അവരോട് നമ്മളിപ്പോ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പറയാണ് ഇപ്പൊ ശുക്രന്റെ ദശയാണ് കേട്ടോ എന്ന് പറയുമ്പോഴത്തേക്ക് അവരൊരു വല്ലാത്തൊരു ചിരിയൊക്കെ ചിരിക്കും ചിലപ്പം. കാരണം നട്ടം തിരിയുണ്ടാകും ശുക്രന്റെ ദശയില്. ശുക്രദശാകാലത്ത് ഏതാണ് എന്താ പറയാ ഈ പറയുന്ന അന്തർദശയോ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നോക്കാതെ ശുക്രദശ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതാണ് അന്തർദശയൊക്കെ പോവട്ടെ, ഈ ശുക്രന്റെ നിൽപ്പ് എങ്ങനെ, ഇവന്റെ കയ്യിലിരിപ്പ് എന്ത് എന്നുള്ളതാണ്. കാരണം ശുക്രന് ശുഭഭാവങ്ങളുടെ നമ്മളുടെ 12 രാശികളെ 12 ഭാവങ്ങൾ എന്ന് പറയും. അതില് ചിലത് ഇപ്പം 3, 6, 8, 12 ഈ 4 ഭാവങ്ങളെ അനിഷ്ടഭാവങ്ങൾ എന്നാണ് പറയുക. അപ്പോ ഇതിന്റെ ഏതിന്റെയെങ്കിലുമൊക്കെ ആധിപത്യം വരിക ഈ പറഞ്ഞ സ്ഥാനങ്ങളിൽ ഈ ഗ്രഹം പോയിട്ട് ഏത് ഗ്രഹവും ആയിക്കോട്ടെ അതിൽ ശുക്രനും പെടും. അങ്ങനെയൊക്കെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ കൊണ്ട് കിട്ടേണ്ട അനുകൂല ഫലത്തിന് പകരം പ്രതികൂല ഫലമായിരിക്കും കിട്ടുക. പ്രത്യേകിച്ചും 8ലോ 12ലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തികച്ചും പ്രതികൂലമായിട്ടുള്ള ഫലമായിരിക്കും ഉണ്ടാവുക. അപ്പോ ഈ ഗ്രഹത്തിന്റെ ശുക്രന്റെ നിൽപ്പെങ്ങ് ശുക്രനാണ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് വെച്ചടി കയറ്റുന്നൊന്നും ആരും വിചാരിക്കരുത്. മുഴുവൻ സമ്പാദ്യവും പോകുന്ന ആളുകളുമുണ്ട്. അതേ സമയത്ത് അത്രയും ഹൈയിൽ പേരും പ്രസിദ്ധിയും പണവും സുഖവും അന്ന് വരെ ചിന്തിക്കുക. ഇപ്പൊ ഈ ലോട്ടറി അടിച്ചു ഇപ്പൊ ഓണം ബമ്പറൊക്കെ അടിച്ചു എന്നൊക്കെ പറയുന്ന മാതിരിയിലുള്ള അത്ര വേഗത്തിൽ അല്ലെങ്കിൽ പോലും വെച്ചടി കയറി പോകുന്നവരും ഉണ്ട്. സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത അത്രയും സുഖ സൗകര്യങ്ങൾ ആഡംബരങ്ങളോട് കൂടി അങ്ങനെ കയറി പോകുന്നവരുമുണ്ട്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 20 വർഷമുണ്ടേ അവരിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കയറിക്കൊണ്ടേയിരിക്കും. അങ്ങനെയുള്ളതും ഉണ്ട്. രണ്ടും ഉണ്ട്. കുടുംബക്കാര് കൊടുത്തിരിക്കുന്നതും അല്ലെങ്കിൽ കാരണവന്മാരായിട്ടുണ്ടായിട്ട് ഇയാൾ ഒറ്റ മകനേ ഉള്ളൂ അല്ലെങ്കിൽ ഒറ്റ മകളേ ഉള്ളൂ, സ്വത്ത് മുഴുവൻ ഇവരുടെ പേരിൽ എഴുതി വെച്ചു ഇവരുടെ പേരിൽ എഴുതി വെച്ചോ അന്ന് തുടങ്ങിയിട്ട് ഇത് വിറ്റും തുടങ്ങും. രണ്ടും ഉണ്ട്. അപ്പൊ ഇത് അനുകൂലമാണോ പ്രതികൂലമാണോ ഇത് ചെയ്യുക എന്ന് നോക്കിയിട്ട് വേണം അതിന്റെ ഫലം നിശ്ചയിക്കാൻ. അയ്യോ എനിക്ക് ശുക്രനാണെന്ന് പറഞ്ഞിട്ട് ഇരുന്ന ഒരു പ്രയോജനവും ഇല്ലാതെയായിപ്പോ. അപ്പൊ എന്തായാലും 20 വർഷം ശുക്രന്റെ ദശയാണ്. അപ്പൊ പ്രതികൂലമായിട്ടുള്ള ആളുകൾ ചെയ്യേണ്ടത് വിഘ്നേശ്വരനെ പ്രസാദിപ്പിക്കുക, അതേപോലെ തന്നെ ലക്ഷ്മി ദേവിയെ പ്രസാദിപ്പിക്കുക. ഈ 2 സംഗതികളാണ്. ശുക്രൻ പ്രതികൂലമാണ് എന്ന് ആരും പറയണ്ടല്ലോ. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുകൂലമാണോ കാലം പ്രതികൂലമാണോ കാലം എന്ന് സ്വയം അറിയാൻ പറ്റും. അപ്പൊ പ്രതികൂലത ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഇനി പ്രതികൂലമായവർ മാത്രമല്ല കേട്ടോ, അനുകൂലമായവർക്കും അതിന്റെ മാക്സിമം ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അത് രണ്ടും ഇനി ഇതറിയാൻ ഇനി ജ്യോത്സ്യന്റെ അടുത്ത് പോകുന്നില്ല എന്നാണെങ്കിൽ പോലും അവർക്ക് വിഘ്നേശ്വരനെയും ലക്ഷ്മി ദേവിയെയും പ്രസാദിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും ഗുണപരമായിട്ട് തന്നെ അതിനെ മാറ്റിയെടുക്കാൻ പറ്റും. പ്രതികൂലമായിട്ടുള്ള ഉണ്ടായതിന്റെ ആ വിപരീത ഫലത്തെ ഒഴിവാക്കാൻ പറ്റും. ഇനി അനുകൂലം പ്രത്യേകിച്ച് നമ്മൾ വിചാരിക്കുന്നത് ഒന്നുകിൽ എതിരായിട്ട് വരണം ഇല്ലെങ്കിൽ അനുകൂലമായിട്ട് വരണം എന്നാണ്. ആ ഒരു സ്റ്റെബിലിറ്റി കിട്ടിയാലും മതി ജീവിതത്തിൽ, അപ്പോഴും സുഖം തന്നെയാണ്. അതിൽ നിന്ന് താഴേക്ക് പോവാണ്ടിരുന്നാൽ മതി. അപ്പൊ ആ ഒരു സ്റ്റെബിലിറ്റി കിട്ടാനും വിഘ്നേശ്വരനെയും ലക്ഷ്മി ദേവിയെയും പ്രസാദിപ്പിക്കുന്നത് നല്ലതാണ്. അപ്പൊ ഈ ശുക്രന്റെ ദശ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും അതെ കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏത് തരം ജ്യോതിഷപരമായ പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടന്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അതിലുപരി ജ്യോതിഷപരമായ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല. താങ്ക് യു.